കേരളത്തിലൊരു പണ്ഡിതൻ റമദാൻ മാസത്തിൽ ഉംറ ചെയ്യാൻ വേണ്ടി മദീനത്ത് പോവുകയാണ്. അങ്ങനെ മദീന പള്ളിയിൽ ഇഫ്താറിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ആ ദുആയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ ദുആയിനിടയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആവശ്യം നിറവേറണം, അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുകയാണ്. ആ ദുആ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറുപ്പക്കാരായ അറബികൾ വന്ന് ആ പണ്ഡിതനോട് പറയുകയാണ്, നിങ്ങളെ ദുആ ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആവശ്യങ്ങൾ നിറവേറണം എന്ന് പറഞ്ഞ് നിങ്ങൾ മുത്തനബിയെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തത് ശരിയായില്ല. ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഈ തവസ്സുലിനെ എതിർത്തപ്പോൾ ആ പണ്ഡിതൻ ഒരുപാട് ഹദീസുകളും ആദനബി തവസ്സുലാക്കിയതും മുത്തനബി തവസ്സുലാക്കാൻ നിർദ്ദേശിച്ചതുമായ കുറേ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ഒരു ഗൗരവമില്ലാതെ വളരെ നിസ്സാരത്തോടെ ചിരിച്ചുകൊണ്ട് ഈ ഹദീസുകളെ കുറിച്ചൊക്കെ ലഈഫ് ഈ ഹദീസുകളൊക്കെ സ്വീകരിക്കാൻ പറ്റാത്തതാണ്, അതൊക്കെ തള്ളേണ്ടതാണ്, ലഈഫാണ് എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ളൊരു പ്രവണത ചില ആളുകൾക്കിടയിൽ ഇന്ന് വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവരെയെല്ലാം സ്വാധീനിക്കുന്നത് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. അൽബാനിയെ പറ്റി പറയുമ്പോൾ 1999 ഒക്ടോബർ മാസമാണ് ഇയാൾ മരണപ്പെടുന്നത്. യൂറോപ്പിൽ ജനിച്ച ഇയാൾ സിറിയയിലേക്ക് താമസം മാറ്റുകയും അവിടെ മക്തബത്തുൽ ലാഹിരിയ എന്നൊരു ഗ്രന്ഥാലയം കാര്യമായി ഉപയോഗപ്പെടുത്തുകയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് അറിവ് സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇസ്ലാമിലെ സംവിധാനം എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് അറിവ് പഠിക്കുകയും സ്വഹാബത്തിൽ നിന്ന് താബഈങ്ങൾ അങ്ങനെ കണ്ണിമുറിയാതെ താവഴിയായി വന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിലുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിൽ ഓരോരുത്തരും അറിവ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അൽബാനി ഇതിൽ നിന്ന് വിഭിന്നമായി നേരെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്ന ശൈലിയാണ് സ്വീകരിച്ചത്. സ്വന്തമായൊരു ഉസ്താദ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പിഴവുകൾ ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഷെയ്ഖില്ല എങ്കിൽ ഫശൈത്വാനു ഷെയ്ഖുഹു, ഷെയ്ത്താനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് എന്ന് ഇമാം സഹാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇയാൾക്ക് ഒരു ഉസ്താദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പിഴവുകൾ ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരിടത്ത് സ്വഹീഹായ ഹദീസ് എന്ന് ഇയാൾ പരിചയപ്പെടുത്തിയ അതേ ഹദീസിനെ ഇയാളുടെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഒരു മടിയുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ലഈഫ് എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് പിഴവുകളും ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇയാളെ വൈരുദ്ധ്യങ്ങൾ പറയാൻ മാത്രം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെയാണ് ഷെയ്ഖ് അൽബാനി, ഇമാം അൽബാനി, ആഗോള ഹദീസ് പണ്ഡിതൻ എന്നൊക്കെ ഇവർ പരിചയപ്പെടുത്തുന്നത്. ആരാണിവർ? ഇവർ ഉലമാഇനെ, അഇമ്മത്തിനെ, സ്വഹാബത്തിനെ എല്ലാം തള്ളിയവരാണ്. ആ കൂട്ടരാണ് ഇത്രയും പിഴവുകൾ സംഭവിച്ചിട്ടുള്ള അൽബാനിയെ വലിയ ഷെയ്ഖായി ഹദീസ് പണ്ഡിതനായി കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പിഴവുകളും അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും സംഭവിച്ച ആളാണ് ഈ അൽബാനി. ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയ ഹദീസ് ഇമാമിങ്ങളൊക്കെ അംഗീകരിച്ചതാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്കിലും, ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമിലും, അങ്ങനെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും, അങ്ങനെ ഹദീസിൻ്റെ കിതാബുകളിലും തഫ്സീറുകളിലൊക്കെ സ്ഥിരപ്പെട്ട സംഭവമാണ്. എന്തിനേറെ പറയണം, ഈ തവസ്സുലിനെ എതിർക്കുന്നവരുടെ വലിയ നേതാവായ ഇബ്നു തൈമിയ്യയുടെ മജ്മുഉൽ ഫത്താവയിലടക്കം പറഞ്ഞ സംഭവമാണ്. ഈ ഹദീസ് ലഈഫാണ് എന്നാണ് അൽബാനി പറയുന്നത്. അദ്ദേഹം ലഈഫാണ് എന്ന് പറയുന്ന ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയ സിൽസിലത്തുൽ അഹാദീസ് ലഈഫയുടെ 26ാം ഹദീസായിട്ട് ഇത് എണ്ണിയിട്ടുണ്ട്. അതിനുള്ള കാരണമായി അൽബാനി പറയുന്നത് ഈ ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം എന്ന വ്യക്തി ലഈഫാണ്, നിർമ്മിതമായ ഹദീസുകൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. എന്നാൽ ഇതേ അൽബാനി തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം എന്ന ഈ റാവിയുള്ള വേറെ പല ഹദീസുകളും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനൻ തിർമിദിയുടെ 631 ഹദീസ്, ഇബ്നു മാജയുടെ 2443 ഹദീസ്, അങ്ങനെ കുറേ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഹദീസിൻ്റെ വിഷയത്തിൽ ഒരു റാവി ലഈഫാണെന്നുണ്ടെങ്കിൽ ആ റാവി ഉദ്ധരിക്കുന്ന എല്ലാ ഹദീസും ലഈഫാകണമല്ലോ. പക്ഷേ ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം എന്ന റാവി ഉദ്ധരിച്ച തവസ്സുലിൻ്റെ ഹദീസ് മാത്രം ലഈഫാണെന്ന് പറയുകയും
വേറെ പല ഹദീസുകളും സ്വഹീഹാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പ്രശ്നം റാവിയല്ല, ആദർശമാണ്. ആദർശം തന്നെയാണ് ഇവരുടെ പ്രശ്നം. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോന്നിരുന്ന ആശയാദർശങ്ങളിൽ നിന്ന് അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നിർലജ്ജം തള്ളേണ്ടി വരുന്നത്, സ്വഹാബത്തിനെ തള്ളേണ്ടി വരുന്നത്, അഇമ്മത്തിനെ തള്ളേണ്ടി വരുന്നത് ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചത് കൊണ്ട് മാത്രമാണ്. നേരത്തെ പറഞ്ഞ തവസ്സുലിലേക്ക് വരികയാണെങ്കിൽ, തവസ്സുൽ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് തർക്കമില്ലാത്ത വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തവസ്സുൽ പഠിപ്പിക്കുന്നത്. വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബിയെ, ഈ ഉമ്മത്ത് തെറ്റുകൾ ചെയ്തുകൊണ്ട് അങ്ങയുടെ അടുത്ത് വരും, എന്നിട്ട് അവർ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, പൊറുക്കലിനെ തേടും. അവർക്ക് വേണ്ടി തങ്ങൾ പൊറുക്കൽ തേടുമ്പോൾ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവാണ് പഠിപ്പിച്ചത്. അപ്പോൾ തവസ്സുൽ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തവസ്സുൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുമുണ്ട്. അവിടുത്തെ പോറ്റുമ്മ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായ സന്ദർഭം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ ഖബറിൽ വെച്ച് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ, എൻ്റെ പോറ്റുമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്. ബിഹഖി നബിയിക വല്ലംബിയ ഇല്ലദീന മിൻ ഖബലി, നിൻ്റെ നബിയുടെ ഹക്ക് കൊണ്ട്, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട് നീ എൻ്റെ ഉമ്മക്ക്, എൻ്റെ പോറ്റുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുൽ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, തവസ്സുൽ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമല്ല, തവസ്സുൽ ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കണ്ണ് കാണാത്തൊരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരുന്നുണ്ട്. എനിക്ക് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ, കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട്, നബിയെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും തൽഫലമായി കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവം തുർമുദി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. തവസ്സുൽ അള്ളാഹു പഠിപ്പിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്ത് കാണിച്ചു തരുന്നു, തവസ്സുലാക്കാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ബുഖാരി ഇമാം ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീന, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു, തൽഫലമായി ഞങ്ങൾക്ക് മഴ ലഭിക്കാറുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ അമ്മ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കി ഞങ്ങൾ ദുആ ചെയ്യുന്നു, റബ്ബേ മഴ നൽകണേ എന്ന് തവസ്സുലാക്കിയതിൻ്റെ ഫലമായി മഴ കിട്ടിയ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആലയാണ് തവസ്സുൽ പഠിപ്പിച്ചത്, മുത്തുനബി ചെയ്ത് കാണിച്ചു തന്നു, അവിടുന്ന് നിർദ്ദേശിച്ചു. ഈ അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മാറ്റി നിർത്തിയിട്ട് പിന്നെന്ത് ഇസ്ലാമാണ്? അവരില്ലാത്ത ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാമിലേക്ക് ഞങ്ങളില്ല എന്നാണ് മുസ്ലിം സമൂഹത്തിന് പറയാനുള്ളത്.